أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ കുഞ്ഞിട്ട് മുസ്ലിയാർ, ബഹുമാന്യനായ BSK തങ്ങൾ, അഭിനന്ദനായ PP, നമ്മുടെ വേദിയിലുള്ള കരീം ഫൈസി തുടങ്ങി ഈ സദസ്സിലും വേദിയിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരന്മാർ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ മഹനീയമായ ഓഡിറ്റോറിയത്തിൽ ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സംഘടിപ്പിക്കുവാനും അതിന് ആതിഥ്യമരുളുവാനും ഈ പ്രദേശത്തെ നല്ലവരായ ദീനീ സ്നേഹികൾക്ക് അള്ളാഹു അവസരം നൽകിയത് എന്തുകൊണ്ടും സന്തോഷദായകമായ ഒരു കാര്യമാണ്. പടച്ചറബ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിനും അതുപോലെ ഈ പരിപാടിയുടെ ഏറ്റെടുക്കുന്നതിനും സഹായിച്ച മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനൊരു ദീർഘമായ പ്രഭാഷണം ചെയ്യുന്നില്ല. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം എന്റെ സഹോദര സഹോദരനോട് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ ആവശ്യമായ സകലമാന മേഖലകളെയും നമ്മൾ സ്വായത്തമാക്കുകയും അവിടെ പ്രാവീണ്യം നേടിക്കൊണ്ടത് പ്രാവർത്തികമാക്കാൻ സാധ്യമായ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നത് മതത്തിന്റെ ഒരു താൽപര്യമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ നവജാഗരണത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബല്ലിഉ അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു സന്ദേശമെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇസ്ലാമിന്റെ സന്ദേശം ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ദൗത്യം. നമ്മൾ ലോകത്തിന്റെ മുക്കുമൂലയിൽ എവിടെ ജീവിച്ചാലും ശരി, നമ്മുടെ ദൗത്യം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യലാണ്. ആ പ്രബോധന ദൗത്യം നമ്മൾ നിർവഹിക്കണമെങ്കിൽ നമുക്കതിനാവശ്യമായ എല്ലാ കഴിവുകളുമാണ്. അപ്പൊ ലോകത്ത് ഒരു സംഗതി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാരപരമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രചനകൾ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ. ഈ രീതിയിലുള്ള എല്ലാ മേഖലകളും നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സാഹിത്യം വളരെ മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിൽ ഈ സാഹിത്യങ്ങളെയൊക്കെ വെല്ലുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊടുത്തു. ഖുർആൻ ഏറ്റവും നല്ലൊരു സാഹിത്യമാണ്. ആ സാഹിത്യ സമ്പന്നമായ വിശുദ്ധ ഖുർആന്റെ ശൈലിയോടോ പ്രവർത്തനത്തോടോ കിടപിടിക്കാൻ അക്കാലത്ത് ആർക്കും കഴിഞ്ഞില്ല. ഒരു കാലത്തും കഴിയുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചു. അതനുസരിച്ചുകൊണ്ട് തന്നെ ഖുർആനെ വെല്ലുവിളിച്ചവരൊക്കെ പരാജയപ്പെട്ടു. എന്നതുപോലെ പ്രസംഗം, അതുപോലെ തന്നെ എഴുത്ത്. ഇപ്പൊ നമുക്കറിയാം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരാകുന്ന ഹദറത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീകരനായ ഫിർഔന്റെ മുമ്പിലേക്കാണ് പോകേണ്ടത്. ഫിർഔൻ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഏകാധിപതി, ഭീകരവാദിയാണ്. അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നത് വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലോ. ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി പടച്ചറബ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്തപ്പോൾ മൂസാ നബി തങ്ങൾ പടച്ചറബിനോട് എന്താ പറഞ്ഞത്? അഖീ ഹാറൂനുഹു അഫ്സഹു മിന്നി ലിസാനൻ ഫഅർസിൽഹു മഈ. എന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെക്കാൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള ഒരാളാണ്. അപ്പൊ ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാൾ പ്രബോധന രംഗത്ത് അനിവാര്യമാണ്. ലിദാ യുസദ്ദിഖുനി എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് സത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്നെക്കാൾ കഴിവുണ്ട് എന്റെ സഹോദരന്. ഫഅർസിൽഹു മഈ, അതുകൊണ്ട് എന്റെ സഹോദരന്റെ കൂടെ അയച്ചു തരണം. ഇതൊരു ഡിമാൻഡാണ്. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഫിർഔന്റെ മുമ്പിലേക്ക് പ്രബോധനത്തിന് പോകൽ. ആ ഫിർഔന്റെ മുമ്പിലേക്ക് പ്രബോധനത്തിന് പോകുമ്പോൾ പടച്ച റബ്ബിനോട് മൂസാ നബി തങ്ങൾ അയക്കാൻ പറഞ്ഞതെന്താ? ഒരു വലിയ ആയുധം വേണമെന്നല്ല പറഞ്ഞത്. ആൾബലം വേണമെന്നോ സൈനിക ബലം വേണമെന്നോ അല്ല പറഞ്ഞത്. മറിച്ച് നല്ല സംസാരശേഷിയുള്ള ഒരാളെ എന്റെ കൂടെ വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നന്നായി പ്രസംഗിക്കുക എന്നത് ഒരു സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്നപോലെ തന്നെ കവിതകൾ ശരിക്കും ജനസമൂഹത്തിന്റെ മനസ്സിനെ ഇളക്കുമല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട
കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നപ്പോ കവിതയാണല്ലോ പാടിയത്. നല്ല മനോഹരമായ കവിത ചൊല്ലി നബി തങ്ങളെ പുകഴ്ത്തി. മാപ്പപേക്ഷയുമായിട്ട് വന്ന വ്യക്തിയാ നബി തങ്ങൾ ശിക്ഷ പ്രഖ്യാപിച്ചിരുന്ന ആളാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട കവിയായിരുന്നല്ലോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. നല്ല കവികൾക്ക് ലോകം എന്നും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ചില കവിതകൾ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചുലക്കും. ചിലപ്പോൾ നിഷേധാത്മക കവിതകൾ ഉണ്ടാവും, നല്ല കവിതകൾ ഉണ്ടാവും. ഇപ്പൊ അഹമ്മദ് ബുക്കാത്തിരുന്നുണ്ട് ഒരാളുടെ ഒരു കവിത, അടുത്ത കാലത്ത് പ്രസിദ്ധീകരണമായ കവിതയാണ്. അയാള് ശരിക്കതിന്റെ ന്യായവശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അയാൾ ശരിക്കും എഴുതി ഗോഡ് ഫോർഗീവ് മീ എന്ന ദൈവമേ എന്നോട് ക്ഷമിക്കണം എന്നാണ് അയാളെ കവിത. ദൈവമേ എന്നോട് ക്ഷമിക്കണം. സത്യത്തിലെ വിശ്വാസിയാണ്, പക്ഷെ അയാൾ വിശ്വാസിയായ ഒരു മനുഷ്യനെ ഒന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടി ഒരു കവിത എഴുതാണ്. അയാളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന രംഗം അതൊരു കവിതയായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ആവിഷ്കാരത്തിന്റെ പ്രത്യേകതയാണത്. അയാളൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ അല്പം സൗന്ദര്യം കുറഞ്ഞ ആളാണ്, ഒരല്പം വിരൂപന. ആ സമയത്ത് അയാൾ ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വാഹനം ഇങ്ങനെ വരുന്നൊരു ബസ്, ആ ബസ് ഇങ്ങനെ വന്ന് ബസ് സ്റ്റോപ്പിലേക്ക് സ്ലോ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇയാൾ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കും. അതിന്റെ ഒരു സൈഡിൽ ഒരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. നല്ല സുന്ദരമായ മുഖം, സുന്ദരമായ മുടി, നല്ല മനോഹരമായ കവിൾത്തടം. ആ കുട്ടിയെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പൊ ഈ ബസ്സിലിരിക്കുന്ന ഈ കുട്ടി ബസ് ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ കണ്ടിട്ട് ഇയാൾ ഇങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക. ദൈവമേ നീ ആ കുട്ടിക്ക് എന്തോ ഒരു നല്ല സൗന്ദര്യമാ കൊടുത്തത്, നല്ല മുഖം, നല്ല മുടികൾ. ആ കുഞ്ഞിനെങ്ങനെ ആ പെൺകുട്ടിയെ അതിന്റെ ബാല്യപ്രായത്തിലുള്ള ആ കൊച്ചുകുട്ടിയെ നോക്കി മനോഹരമായി വർണ്ണിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ആ കുട്ടിയെ സൃഷ്ടിച്ച നീ തന്നെയല്ലേ പടച്ചവനെ എന്നെയും സൃഷ്ടിച്ചത്? രണ്ട് ദൈവം ഒന്നല്ലേ, പക്ഷെ എനിക്ക് നീ അത്ര സൗന്ദര്യം തന്നില്ലല്ലോ. എന്നെ നീ സൗന്ദര്യമില്ലാതെ പഠിച്ചു, ആ കുഞ്ഞിനെ നീ സൗന്ദര്യത്തോടെ പഠിച്ചു. ഇതൊരു നീതിയല്ലല്ലോ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന രീതിയിൽ നീ നീതി ചെയ്തിട്ടില്ല എന്നയാൾ പറഞ്ഞു. കവിത ഇങ്ങനെ തുടങ്ങുക. അങ്ങനെ ആ കവിത ഇങ്ങനെ എഴുതി തുടങ്ങുക. ആ കുട്ടിയെ കണ്ടുകൊണ്ട് അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകൊണ്ട് കവിത രചിക്കുക എന്നാ പറഞ്ഞു. അപ്പൊ ഒരു നിമിഷ കവി എന്ന രീതിയിൽ കവിത ഇങ്ങനെ രചിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ വാഹനം ഇങ്ങനെ വന്നു ഡോറ് തുറന്നു. ഈ പറയപ്പെട്ട കുട്ടി വാഹനത്തിൽ ഇറങ്ങുക. ആ കുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഇയാൾ തന്റെ പേനയും കടലാസോടെ വെച്ചൊന്ന് അന്തിച്ചു നിന്നു. കാരണം എന്താ, ആ കുട്ടി ഇറങ്ങുമ്പോ സ്ട്രെച്ചർ വെച്ചിട്ട് രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കാലില്ല. ആ കുട്ടി കാലില്ലാതെ വികലാംഗയായിട്ടാണ് ഇറങ്ങുന്നത്. അയാൾ തിരിച്ചെഴുതി, ഗോഡ് ഫോർഗീവ് മീ, ദൈവമേ എന്നോട് ക്ഷമിക്കണം, നീ നന്ദി ചെയ്തിട്ടുണ്ട്, എനിക്ക് ലേശം സൗന്ദര്യത്തിന്റെ കുറവേ ഉള്ളൂ, ആ കുട്ടിക്ക് കാലില്ല. ആ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമേ നീ ആ കുട്ടിക്ക് കൊടുത്തുള്ളൂ, നടക്കാൻ കാലില്ല. സ്ട്രെച്ചർ വെച്ചിട്ടാണ് ആ കുട്ടി നടക്കുന്നത്. അയാളത് ആവിഷ്കരിച്ച് കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ അള്ളാഹു ചെയ്ത നിഅമത്തിനെ കുറിച്ചുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സൊക്കെ കൊണ്ടുവരിക. പലതരത്തിൽ പല രീതിയിൽ ആവിഷ്കാരങ്ങൾ സമൂഹത്തിന്റെ മനസ്സിനെ പിടിച്ചുലക്കും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈദേശിക അധിനിവേശികൾ നമ്മുടെ നാട്ടിലേക്ക് കാലുകുത്തിയ അന്ന് വാസ്കോഡിഗാമയും കബ്രാളുമൊക്കെ വന്നപ്പോൾ ആദ്യമായി പൊന്നാനിപ്പള്ളിയുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളാണ് സമൂഹത്തിന് ദർസ് നടത്തിക്കൊടുക്കുന്ന ആലിമാണ് സമൂഹത്തിന് എഴുതി കൊടുത്ത തഹ്രീദു അഹ്ലുൽ ഈമാനി അലാ ജിഹാദി അബദത്ത് സുൽബാൻ. അദ്ദേഹം എഴുതി, കുരിശാരാധകർക്കെതിരെ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുന്നവർക്ക് പ്രേരണ ചെലുത്തുന്ന തഹ്രീർ, ഈമാന്റെ അഖിലുകാരെ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം. പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ ഈ സമൂഹത്തെ സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സമരമുഖത്ത് കൊണ്ടുവന്നത് ഈ ഒരൊറ്റ കൃതിയാണ്. മഖ്ദൂം ഒന്നാമന്റെ ഒറ്റ രചന. ഒരു കവിത എഴുതിയപ്പോഴേക്കും ജനങ്ങളത് പിടിച്ചു. ആ കവിത ജനങ്ങളെ മനസ്സ് പിടിച്ചുലച്ചു. ജനസമൂഹത്തിന്റെ മനസ്സിലേക്ക് ആ കവിത ഇട്ടുകൊടുത്തു അദ്ദേഹം. ആ കവിതയിലൂടെ ജനങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് മാനസികമായി ജനങ്ങളെ അടുപ്പിച്ചു നിർത്തി. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ, തഹ്രീദിന്റെ വരി വായിച്ചോ. വലാ തജ്അലൂ യാ ഖൗമി ഫ്രഞ്ച ഔലിയാ വഇൻ ഖിഫ്തുമൂഹൽ കൻ വഫൗതാ തിജാറതി. ഒരു വാക്കാണ്. വലാ തജ്അലൂ യാ ഖൗമി ഫ്രഞ്ച ഔലിയാ. ഓ ജനങ്ങളെ, നിങ്ങൾ പറങ്കികളെ ഒരിക്കലും സ്നേഹിതന്മാരോ കൂട്ടുകാരോ സഹായികളോ ആക്കരുത്. വഇൻ ഖിഫ്തുമൂഹൽ കൻ വഫൗതാ തിജാറതി. നിങ്ങൾ നശിച്ചു പോകുമെന്ന് നിങ്ങൾ പേടിച്ചാലും ശരി, കച്ചവടം പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ചാലും ശരി, ജീവിതം തന്നെ വഴിമുട്ടുമെന്ന് കച്ചവട പ്രധാനം, കച്ചവടം വഴിമുട്ടുമെന്ന് ഭയപ്പെട്ടാലും ശരി, നിങ്ങൾ പോർച്ചുഗൽ ആധിപത്യത്തെ ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കരുതെന്ന് തീർത്തെഴുതി. ആ മഖ്ദൂം ഒന്നാമനാകുന്ന അബൂ യഹ്യ സൈനുദ്ദീൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ തഹ്രീലാണ് മലബാറിന്റെ മണ്ണിൽ ആദ്യമായി പോർച്ചുഗൽ വിരുദ്ധ തരംഗം സൃഷ്ടിച്ചുവിട്ടത്. രണ്ടാമത്തെ ഗ്രന്ഥവും അങ്ങനെ തന്നെ. ജനങ്ങളെ ശരിക്ക് കിതാബിലൂടെ, രചനകളിലൂടെ ആലിമീങ്ങളാണ് ശരിക്ക് സമരസജ്ജരാക്കിയത്. വലിയ മഹാസമ്മേളനം നടത്തിയിട്ടല്ല. ഒരു ആലിം ഒരു പുസ്തകം എഴുതിയാൽ ജനങ്ങളത് വായിക്കും. ഒരാലിം ഒരു കാര്യം എഴുതി പറഞ്ഞാൽ ജനങ്ങളത് ചിന്തിക്കും.
മഖ്ദൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ ബുർത്തുആലിയീൻ, ആ ഗ്രന്ഥം ശരിക്കും മലബാറിന്റെ മണ്ണിലെ മുസ്ലിങ്ങൾക്ക് പോർച്ചുഗീസുകാരോട് പൊരുതാൻ പ്രേരണ നൽകിയത്. അക്കാലഘട്ടത്തിൽ തന്നെയാണ് ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് കോഴിക്കോട്ടെന്ന് മൊഹീദ്ദീൻ മാലിക്ക് ശേഷം അദ്ദേഹം രചിച്ച പ്രസിദ്ധ രചനയാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. സാമൂതിരിപ്പാട് മുസ്ലിങ്ങൾക്ക് പോർച്ചുഗീസുകാർ അവരുടെ പള്ളി പൊളിച്ചപ്പോൾ പോർച്ചുഗീസുകാർക്കെതിരെ സഹായം നൽകിക്കൊണ്ട് നായർ പട്ടാളത്തെ മുസ്ലിങ്ങളെ കൂടെ നിർത്തിക്കൊടുത്ത കഥയാണ് മഹാനവകൾ തന്റെ തഹരീദിൽ തന്റെ ഫത്ഹുൽ മുബീനിൽ വിശദീകരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള മനോഹരമായ സ്നേഹത്തിന്റെ കഥ. വഇന്നഹാദി ഖിസ്സത്തുൻ അജീബ ഫീ ശറഹി ഹർബിൻ ശഅനുഹാ വരീബ ബൈനൽ മുഹിബ്ബിൽ മുസ്ലിമീന സാമിരി വബൈന ഖസ്മിഹിൽ ഫറഞ്ചിൽ കാഫിരി. അങ്ങനെയാണ് കാഫിരീങ്ങളാകുന്ന പറങ്കികൾ, നിഷേധികളാകുന്ന പറങ്കികളും അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘടനത്തിൽ മുസ്ലിങ്ങളെ സഹായിച്ച അമുസ്ലിം സഹോദരങ്ങളുടെ കഥയാണ് ഞാൻ ലോകത്തോട് പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നായന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള സമരസത്തിന്റെ യോജിപ്പിന്റെ കഥയാണ്. മുസ്ലിങ്ങളുടെ പള്ളി ചാലിയത്ത് നിന്ന് പോർട്ടുഗീസുകാർ പൊളിച്ചിട്ട് ആ കല്ല് കൊണ്ടുപോയി അവർ കോട്ട കെട്ടി. ആ കോട്ടയിൽ അവർ വൃത്തികേട് കാണിച്ചപ്പോ പള്ളിന്റെ കല്ല് കൊണ്ടുപോയി കോട്ട കെട്ടി തമ്മാടിത്തം കാണിക്കുന്ന ആൾക്കാർക്കെതിരെ മുസ്ലിങ്ങൾ രംഗത്തിറങ്ങി. മുസ്ലിങ്ങൾ കുറച്ചുണ്ടാവും. അവര് സമരം ചെയ്താൽ പോർച്ചുഗീസുകാർ അവരെ കൊന്നു കുഴിച്ചുമൂടും. എന്നാലും മുസ്ലിങ്ങൾക്ക് സമരം ചെയ്യാതിരിക്കാൻ വയ്യ. കാരണം അവനാന്റെ പള്ളി പൊളിച്ചിട്ടാണ് ഈ കളി. പള്ളി പൊളിച്ചാൽ പിന്നെ മുസ്ലിങ്ങൾ നിൽക്കൂലല്ലോ. മലപ്പുറത്ത് പാറതമ്പി പള്ളി പൊളിച്ചപ്പോ മോയിൻകുട്ടി വൈദ്യർ എഴുതിയില്ലേ, ഇന്നും നാമുക്കുള്ളേ ജാമ്യ പോയുള്ളേ നാളിൽ നാമുക്കുള്ളേ ജീവൻ ദീനെന്നോവർ. അത് കവിതയാണ്. ജനസമൂഹത്തിന്റെ മനസ്സിന്ന് വരുന്ന ആശയമാണ്. നമ്മളെ ജുമഅത്ത് പള്ളി പോയിട്ട് എന്തിനാടാ പിന്നെ നമുക്ക് പള്ളി? ജീവിതം പിന്നെന്തിനാ? ആ വാക്കതല്ലേ, എന്നും നാമുക്കുള്ളേ ജാമ്യ പോയുള്ളേ നാളിൽ നാമുക്കുള്ളേ ജീവൻ ദീനെന്നോവർ. അതൊക്കെ ഒരു സമൂഹത്തെ ആവേശം കൊള്ളിച്ച കവിതകളാ. തീവ്രവാദമൊന്നുമല്ലത്, അന്നതിന് നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സാമൂതിരി മഹാരാജാവ് തന്റെ നായർ പട്ടാളത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ സ്വന്തം സമരത്തിന് പോയാൽ അവരൊന്നും ആവില്ല, അവിടെ നിങ്ങൾ അവരെ കൂടെ നിൽക്കണം. അപ്പൊ നായന്മാർ വന്ന് മുസ്ലിങ്ങൾ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ പോരാ നിങ്ങളെ കൂടെ. നായർ പടയും മുസ്ലിങ്ങളും ഒന്നിച്ചു കൂടിയിട്ടാണ് പോർച്ചുഗലിന്റെ ആധിപത്യത്തെ ബേപ്പൂരിൽ വെച്ച് ആക്രമിച്ചിട്ട് അവരെ കോട്ട പൊളിച്ചിട്ട് കല്ല് കൊണ്ടുപോയിട്ട് തുമ്പി കല്ലെടുക്കും പോലെ കല്ല് കൊണ്ടുവന്ന പള്ളിക്ക് വെച്ചു കൊടുത്ത പോർച്ചുഗീസുകാരൻ. സാമൂതിരിപ്പാടിന്റെ സൈനിക ബല മുസ്ലിങ്ങൾക്ക് സാമൂതിരി കൊടുത്ത സഹായ ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ ചരിത്ര തഹരീദ് ഫത്ഹുൽ മുബീനിലുണ്ട്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നായന്മാർ വന്നിട്ട് പറഞ്ഞു, വകാലത്തിന്നുയ്യാറു അൻതുമു ഖലീൽ വലം നുഖല്ലീകും ഇലൽ ഹർബിൽ ജലീൽ. വകാലത്തിന്നുയ്യാർ, നുയ്യാർ എന്ന് പറഞ്ഞാൽ ആ വാക്കുമ്പോ കുറച്ച് ഇറങ്ങാറായിട്ട് നായന്മാര് ജമ്മാത്രേ. നായന്മാർ എന്ന പദത്തിന് അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗമാണ് വക്കാലത്തിൻ നുയ്യാറു, നായന്മാര് പറഞ്ഞു എന്നാ. അന്തുമോ കലീൽ, മുസ്ലിങ്ങൾ നിങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ. വലം നുഖല്ലീക്കും ഇലാൽ ഹർബിൽ ജലീൽ, ഈ വലിയ സമരത്തിന് നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ട്, മുസ്ലിങ്ങളെ കൂടെ നിന്നു കൊടുത്തു. അതൊരു ചരിത്ര. എന്തിനാണ് ഈ കവിത ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല എഴുതിയത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ സഹായിച്ച സാമൂതിരിയുടെ പെരുപ്പം, അദ്ദേഹത്തിന്റെ മഹത്വം ലോകം അറിയട്ടെ. അതുകൊണ്ട് അറബിയിൽ തന്നെ കവിത എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്ന അന്നത്തെ സാഹിത്യ സൃഷ്ടികൾ എഴുതാനുള്ള കഴിവ്, ആവിഷ്കാര കഴിവ് ജനങ്ങളെ മനസ്സിനെ പിടിച്ചുളക്കും. പോർച്ചുഗൽ ആധിപത്യം വന്നപ്പോ മലബാറിലെ മക്കൾ ഇളകിയത് എന്തുകൊണ്ടാ? മമ്പുറത്തെ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, അസ്സൈഫുൽ ബത്താർ അലാമ യുവാലിൽ കുഫാർ വയത്തഖിദുഹും മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാർ എന്നൊരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം ഫത്വയാണ്. ഒരിക്കലും ബ്രിട്ടീഷുകാരോട് സഹകരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫضل പൂക്കോയത്തുള്ളത് ഒന്നുകൂടി ക്രോഡീകരിച്ചിട്ട് ഒരു ഗ്രന്ഥമാക്കിയിട്ട് സമൂഹത്തിന് കൊടുത്തു. ഉദ്ദത്തുൽ ഉമറാഇ വൽ ഹുക്കാം ലിഇഹാനത്തിൽ കഫറത്തി വഅബദത്തിൽ അസ്നാം. ആ ഗ്രന്ഥത്തിന്റെ പേരാ. ഒക്കെ മലബാറിന്റെ മണ്ണിൽ പോർച്ചുഗീസുകാരെ പോലെ ബ്രിട്ടീഷുകാരെ കെട്ടിക്കാൻ വേണ്ടി മലബാറിന്റെ മക്കൾ പഠിച്ചു പകർത്തിയ അവരാവേശം കൊണ്ട ഗ്രന്ഥങ്ങളാ. ഒരു പുസ്തകം എഴുതിയാൽ, ഒരു കവിത എഴുതിയാൽ അതിലൂടെ ജനങ്ങൾ ആവേശം കൊള്ളുന്ന ഒരു കാലഘട്ടം. ആലിമീങ്ങളോടൊരു ബഹുമാനം കൂടിയതിലുണ്ട്, ഉലമാഇനോടൊരു ബഹുമാനം കൂടിയതുണ്ട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് സംഗതികൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണമെങ്കിൽ അതിന്റെ രീതി ഉണ്ടല്ലോ. വെള്ളിയാഴ്ച നമ്മളൊക്കെ കൂടി ഓതുന്ന അൽ-കഹ്ഫ് സൂറത്ത് പഠിച്ചപ്പോ മനോഹരമായിട്ട് പറഞ്ഞില്ലേ, അള്ളാഹു അതിന്റെ ഒരു ആവിഷ്കാരം തന്നെ ഖുർആനിൽ പറഞ്ഞങ്ങനെ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അതിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ നിങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാന്നല്ല പഠിച്ചോ. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അത് അതിന്റെ ഒരു രീതിശാസ്ത്ര. അപ്പൊ ജനങ്ങൾക്ക് സംഗതികൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള
ആവിഷ്കാരപരമായ വൈഭവം ശരിക്കും ഖുർആൻ പോലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ രീതിയുണ്ട്, അതിന്റെ ഒരു തത്വശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ജനസമൂഹത്തോട് പറഞ്ഞാൽ, പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കും. അത് എഴുത്തിനാ കഴിവുണ്ട്, പാട്ടിനാ കഴിവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രബന്ധങ്ങൾക്ക് ആ കഴിവുണ്ട്. നല്ലൊരു ലേഖനം ഒരു പത്രത്തിൽ വന്നാൽ അത് ജനങ്ങളെ സ്വാധീനിക്കുമല്ലോ. ഇപ്പൊ ഒരു പ്രസന്റ് ഇഷ്യൂ, ഉദാഹരണം എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പൊ ഫാസിസത്തെക്കുറിച്ച്, ഇന്ത്യ മഹാരാജ്യം ഫാസിസ്റ്റ് ഭീഷണിക്ക് അടിപ്പെടുന്നതിനെ കുറിച്ച് നല്ലൊരു ലേഖനം വന്നാൽ ജനങ്ങളെ മനസ്സിൽ തട്ടും. നല്ല എഴുത്തുകളെ ശരിക്കും പ്രതിരോധിക്കാൻ കഴിയില്ല. തൂലികക്ക് വലിയ കഴിവുണ്ട്. നല്ല നല്ല തൂലിക കൊണ്ട് എഴുതപ്പെട്ട നല്ല നല്ല ഗ്രന്ഥങ്ങൾ, എന്ന പോലെ തന്നെ നല്ല സാന്ദർഭികമായ ലേഖനങ്ങൾ, സാന്ദർഭികമായ പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ചിലപ്പോൾ ഒരു ഇലക്ഷനിലൊക്കെ വോട്ട് ഒന്നായിട്ട് മതിയാവും, ഒരാൾ ഒരു പ്രസ്താവന മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ നാക്കിന്റെ ഒരു പഴവ് മതിയാവും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ജനമനസ്സുകളെ പിടിച്ചുലക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ഇസ്ലാം അംഗീകരിച്ചതാണ്. സർഗവാസന എന്നതിന് പറയും, കല എന്നതിന് പറയും. കല എന്ന് പറയുന്നതിനെ അരിസ്റ്റോട്ടിൽ നിർവചിച്ചത് എന്താണ് കല? അതിന് അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു നിർവചനമുണ്ട്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ നിർവചനം മനഷ്യന്റെ മനസ്സിലുള്ള വൈകാരികവും വൈചാരികവുമായ ശക്തിവിശേഷത്തെ പരിശുദ്ധീകരിച്ച് പരിപോഷിപ്പിക്കുക എന്നുള്ള. പരിശുദ്ധീകരിച്ച് പരിപോഷിപ്പിക്കണം. പരിപോഷിപ്പിച്ചാൽ മാത്രം പോരാ. ഇപ്പൊ നമ്മുടെ ലോകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. കള്ളു കുടിച്ച് കൂത്താടി കവിത എഴുതുന്ന ആൾക്കാരുണ്ട്, ഗഞ്ചാവ് വലിച്ചിട്ട് കവിത എഴുതുന്ന ആൾക്കാരുണ്ട്, കള്ളു കുടിച്ച് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ചില പ്രഭാഷകർ കള്ളു കുടിച്ചെങ്കിൽ മാത്രം പ്രസംഗം, കുറച്ച് കുടിച്ചാൽ മാത്രം പ്രസംഗം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സ്വകാര്യമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില പ്രമുഖ പ്രാസംഗികരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലെങ്കിലും മദ്യപിച്ചാൽ മാത്രം നല്ല പ്രഭാഷണം വരും, ഇല്ലെങ്കിൽ അത്ര വരൂല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ചില ആളുകളുടെ വൈകാരികത ശരിക്കും ആ രീതിയിലാണ്. എന്നാൽ അതൊന്നും കലയല്ല, പരിശുദ്ധീകരണം വേണം. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന രീതി. ഒരു പ്രകോപിതരായി നിൽക്കുന്ന ഒരു സമൂഹത്തെ പോലും ശരിക്കും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെതിരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹം അതിശക്തമായി മുന്നോട്ട് വന്നപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെന്ന് ഇബ്നു അബ്ബാസ് അങ്ങനെ ചോദിച്ചില്ലേ, ഞാൻ അവരെ നേരിട്ടെന്ന് ചോദിച്ചില്ലേ? ഞാൻ അവരെ നേരിട്ട്, നിങ്ങൾക്കതിന് കഴിയുമോന്ന് വെച്ചു. കഴിയും. എന്താ കഴിയുമെന്ന് പറയാൻ കാരണം ഇൽമുണ്ട്, വിഷയത്തിൽ അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹം നേരെ ചെന്ന് ചോദിച്ചില്ല അവരോട്, എന്താ നിങ്ങളെ പ്രശ്നം? നമുക്ക് ധൈര്യം ഉണ്ടാവോ? ഇളകി നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് എന്താ നിങ്ങളെ പ്രശ്നം വെച്ചാൽ പരിഹരിക്കാനുള്ള ധൈര്യം വേണ്ട? മുട്ടുവറക്കൂലേ? ഇളകി നിൽക്കുന്ന, പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ജനസമൂഹത്തിന് മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ പ്രശ്നം? മാതാ തൻകിമോൻ അൻ ഇബ്നി അമ്മി റസൂലില്ലാഹി വസൗജി ഇബ്നതിഹി വഅവ്വലി മൻ ആമന ബിഹി. ഒരു ചോദ്യമുള്ളത്, മാതാ തൻകിമോൻ, നിങ്ങൾ എന്താ വാദിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പിതൃപുത്രൻ, അള്ളാഹിന്റെ റസൂലിന്റെ മകളെ വിവാഹം കഴിച്ച ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, മാതാ തൻകിമൂന അൻ ഇബ്നി അമ്മി റസൂലില്ലാഹി വസൗജി ഇബ്നതിഹി വഅവ്വലി മൻ ആമന ബിഹി. ഇവർ വിടുവോ? മോശക്കാരൊന്നല്ല. അവർ നൻകിമു അലൈഹി സലാസത ഉമൂർ. 3 കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് 3 കാര്യം അദ്ദേഹത്തിനെതിരെ വിയോജിപ്പുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നടപടിക്രമത്തിൽ, ഖലീഫ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ നടപടിക്രമത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. എന്താണ് വിയോജിപ്പ്? പറയാൻ പറഞ്ഞു. അപ്പൊ അവർ ഓരോന്ന് അതിന്റെ വിയോജിപ്പുകൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അന്നഹു ഹക്കമ റിജാല ഫീ ദീനില്ലാഹി വല്ലാഹു യഖൂൽ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അവർ ജനങ്ങളെ വിധികർത്താവാക്കി. മുസ്ലിങ്ങൾ തമ്മിലൊരു പ്രശ്നത്തിൽ അള്ളാഹിന്റെ ദീന്റെ വിഷയത്തിൽ മനുഷ്യന്മാരെ വിധികർത്താവാക്കാൻ പറ്റുമോ? അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂ മൂസ അശ്ശരി തങ്ങളെയും വിധികർത്താവാക്കിയിട്ട് അവരെ വിഷവർ തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യം പറയാൻ പറ്റുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരുമായി ബന്ധപ്പെട്ട വിഷയത്തിലായി പറഞ്ഞത് അത് നടക്കൂല. അല്ലാഹ് പറയുന്നു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ആയത്ത് ഓതിയിട്ട് അവർ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ആയിക്കോട്ടെ, അടുത്ത ചോദ്യം എന്താന്ന് ചോദിച്ചു. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ എന്താ അവർ പറഞ്ഞത്? അവർ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, ഇതെന്ത് യുദ്ധമാണ്? ഈ യുദ്ധത്തിൽ പരസ്പരം മുസ്ലിങ്ങൾ ഏറ്റുമുട്ടുന്നു. ഈ മുസ്ലിങ്ങൾ ഏറ്റുമുട്ടുന്ന ഈ പരസ്പര സംഘട്ടനത്തിൽ നിങ്ങൾ ഈ യുദ്ധത്തിൽ എവിടെയും ഒനീമത്ത് സ്വത്ത് പിടിച്ചെടുക്കുന്നില്ല. അതുപോലെ തന്നെ ആളുകളെ ബന്ദികളാക്കുന്നില്ല. സമരം മാത്രം നടക്കും. ഇസ്ലാമിക യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ ബന്ദികളാക്കണ്ടേ, ഒനീമത്ത് സ്വത്ത് വാങ്ങണ്ടേ? ചോദിച്ചു. വലം യോഖുദി സബായ വൽ ഒനായിം, വലം യോഖുദി സബായ വൽ ഒനായിം. ഇതെന്ത് യുദ്ധമാണ്? അദ്ദേഹം പറഞ്ഞു, അതും ഞാൻ സമ്മതിച്ചു, ഇനി എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചു. അപ്പൊ അവര് ചോദിച്ചു അവസാനമായി പറഞ്ഞ അന്നഹു മഹ ലഖബ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ എന്ന പേരെന്തിനാ അദ്ദേഹം സന്ധി സംഭാഷണത്തിൽ മാറ്റിവെച്ചത്? ജനങ്ങൾ ഒന്നിച്ച് കത് ബായഊഹു, അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തില്ലേ? അമ്മറൂഹു, നേതാവാക്കിയില്ലേ? എന്നിട്ട് പിന്നെന്തിനാ അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സ്ഥാനപ്പേര് ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതെന്ന് വെച്ചു. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ 3 ഉള്ളൂ. എന്നാ ഞാൻ മറുപടി പറയാറുള്ളത്.
അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടെന്നല്ല, സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ നിങ്ങളെ ചോദ്യം ഞാൻ അഡ്മിറ്റ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അന്തസ്സായിട്ട് അവരെ ഇരുത്തിയിട്ട് അദ്ദേഹം പ്രസംഗിച്ച ഒറ്റ പ്രസംഗം ചരിത്രത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദിച്ചല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ആളുകളെ വിധികർത്താവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ അയാൾ വേട്ടമൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. വമൻ ഖതല, ആരെങ്കിലും അങ്ങനെ കൊന്നാലോ, ഒരാളങ്ങനെ കൊന്നാൽ കൊന്ന മൃഗത്തിന് തുല്യമായ ഒരു മൃഗത്തെ ബലി കൊടുക്കണം എന്നാണ്. ഈ കൊന്ന മൃഗം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മൃഗം ആ മൃഗത്തിന് തുല്യമാണ് ഈ മൃഗം എന്നുള്ള തീരുമാനം ആരാടുക്കണം? യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും. ഈ ആയത്തണ്ട് ഓതി കൊടുത്തിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ റഈസുൽ മുഫസ്സിരീനാണല്ലോ. അള്ളാന്റെ ദീനിലെ ആരാധനാ വിഷയമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അതിൽ രണ്ടാളുകൾ വിധി കൽപ്പിക്കണം എന്ന് അള്ളാഹ് പറയണം. ആരാധനയുടെ വിഷയത്തിൽ ഇങ്ങനെ വിധി കൽപ്പിക്കാമെങ്കിൽ പൊതുപ്രശ്നത്തിൽ വിധി കൽപ്പിക്കാൻ എന്തുകൊണ്ട് ജനങ്ങളെ തീരുമാനിച്ചൂടാ? എതിരാളികൾ ബുദ്ധിമാന്മാരുമാണ്, എന്നാൽ സത്യം മനസ്സിലാക്കുന്നവരെ വാശി പിടിച്ചില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ അംഗീകരിച്ചു. ആ വാദത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, ഞങ്ങൾ അംഗീകരിച്ചു. അടുത്ത ചോദ്യത്തിന് മറുപടി വേണമെന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ഈ യുദ്ധത്തിൽ ആളുകളെ പിടിച്ചു വെക്കുന്നില്ല, വലം യൂഖുദി സബായ വൽ ഗനായിം, ഇതല്ല കേസ്. ആരാ യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് ഉമ്മുൽ മുഅ്മിനീനുമായുള്ള യുദ്ധം നടക്കുമ്പോ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് തടവിലിട്ടെന്നാണോ പറയുന്നത്? അന്തസ്ബു ഉമ്മുക്കും ആയിഷ. എന്നിട്ട് ആയിഷ ബീവിയെ നിങ്ങൾ വിട്ടുകൊടുക്കണം, കമാ തുസ്തഹല്ലു സബായ. ആ രീതിയിൽ ആയിഷ ബീവിയെ കൈകാര്യം ചെയ്യാനാണോ നിങ്ങൾ പറയുന്നത്? ഇത് ഉമ്മുൽ മുഅ്മിനീനല്ലേ? അപ്പൊ അവർ മനസ്സിലാക്കി ഉമ്മുൽ മുഅ്മിനീന്റെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിപ്പിച്ചത്. ശരി, അതും സംഭവിച്ചു. എന്നാ എന്തിനാ പിന്നെ ഈ ലക്കബ് അലമ മാറ്റിവെച്ചത്, സ്ഥാനപ്പേര് മാറ്റിവെച്ചത് എന്തിനാ? അപ്പൊ അദ്ദേഹം ഹുദൈബിയ സന്ധി വിശദീകരിച്ചു കൊടുത്തു. ഹുദൈബിയ സന്ധിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയപ്പോ സുഹൈൽ ഇടപെട്ടില്ലേ? അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിയാൽ സമ്മതിക്കാ, നീ റസൂലാന്ന് സംഭവിച്ചാ പിന്നെ നമ്മൾ തമ്മിൽ എന്താ കരാർ? പിന്നെ പ്രശ്നമില്ലല്ലോ. അവിടെ മാറ്റിവെക്കണം. അള്ളാന്റെ റസൂൽ സ്വന്തം കൈകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വായിച്ചില്ലേ? എന്നിട്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിയില്ലേ? സന്ധി സംഭാഷണത്തിന് വേണ്ടി വരും. ഈ വാദം ശരിക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ താരീഖിന്റെ കിതാബിലുണ്ട്. ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3 ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോ 20,000 ആളുകൾ കൂറുമാറി, പ്രക്ഷോഭം നിർത്തി. 20,000 ആളുകൾ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 20,000 ആളുകളെ മാറ്റാൻ കഴിയാന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ വലിയൊരു സംഭവമല്ലേ അത്? ജനങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് കുട്ടികൾ നേടണം. ഇന്നിപ്പോ ഇസ്ലാമിനെതിരെ യുക്തിവാദികൾ വളരെ ശക്തമായി രംഗത്ത് വരുന്ന കാലം, അതിശക്തമായി രംഗത്ത് വരുന്ന കാലം. എന്തൊക്കെ പറയാന്നറിയില്ല, എന്തൊക്കെ പ്രചരിപ്പിക്കാന്നറിയില്ല. ആ രീതിയിൽ നമ്മൾ ചരിത്രം പഠിക്കണം. പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയാനും പറയേണ്ടത് എഴുതാനും പറ്റുന്ന ഒരു നല്ല തലമുറയെ നമ്മൾ ഉണ്ടാക്കണം. വളരെ പ്രധാന. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും പലപ്പോഴും. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പ്രസംഗ രംഗത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ശരിക്കും പഠിച്ചിട്ട് നല്ല സർഗവാസനയുള്ള കുട്ടികൾ നന്നായി ഖുർആൻ ഓതുന്നൊരു കലയാണ്. വിശുദ്ധ ഖുർആൻ ഓതുക എന്നത് തന്നെ നല്ലൊരു കലയാണ്. ആകർഷണീയമായി ഖുർആൻ ഓതിയാൽ ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും. ആകർഷണീയമായി പ്രസംഗിച്ച ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും. അപ്പൊ ബാദുഷാ പാടിയപ്പോഴേക്കും സദസ്സിന് പൈസ കൊടുത്തില്ലേ അവാർഡ്? എന്താ കാരണം? അത് മനസ്സ് തട്ടി. അതാണ് അതിന്റെ കാരണം. ശരിക്കും അത് നല്ല ഒരു കലാകാരന് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിപ്പിച്ച് നിർത്താൻ പറ്റും. പക്ഷെ നമ്മുടെ കലയിൽ ഇസ്ലാമിന്റെ മാനവും കൂടി വേണം, ഇസ്ലാമിന്റെ താത്വിക വശവും കൂടി വേണം. അതുകൂടി ഉണ്ടാവുമ്പോഴേ പറ്റൂ. കള്ളത്തരം പ്രചരിപ്പിക്കും ചരിത്രകാരന്മാർ, ചിന്തകന്മാർ. അപ്പോഴൊക്കെ നമ്മൾ ഉണർന്നെണീറ്റ് സടകുടഞ്ഞ് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ആവിഷ്കാരത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയണം. ഇപ്പൊ എന്റെ തന്നെ ഒരു അനുഭവം, ഞാൻ മറക്കാത്തൊരു അനുഭവം. കണ്ണൂർ ജില്ലയിൽ ഒരിക്കൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുക. ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്, ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുണ്ട്. നല്ലൊരു അധ്യാപകൻ, നല്ല പ്രഭാഷകൻ. പ്രസംഗിച്ചിട്ട് ജനങ്ങളങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിയായിരുന്നു. അയാൾ കഴിവുകൾ ശരിക്കും പ്രകടിപ്പിച്ചു. തനി കള്ളത്തരം പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ കേട്ടിരുന്നു. ഞാനുണ്ട്, നമ്മളും കേട്ടിരുന്നു. പക്ഷെ സത്യം എന്തെന്ന് മനസ്സിലാക്കി തിരിച്ചു പറയുന്ന ഒരു ബോധം നമ്മളെ കൗമിൽ നഷ്ടപ്പെടുമ്പോഴാ പ്രശ്നം. ഇയാൾ അന്ന് 2 പ്രധാനപ്പെട്ട പോയിന്റ് എടുത്തിട്ടാണ് ആ ജനങ്ങളെങ്ങനെ കയ്യിലിട്ട് കറക്കിയത്. ഞാനിപ്പോഴത് മറക്കൂല. അയാൾ പറഞ്ഞു, ഒന്ന്, ആദ്യം ആ സദസ്സിനെ ശരിക്കും ഇങ്ങനെ പുകഴ്ത്തി, നന്നായിട്ട് പുകഴ്ത്തി. നിങ്ങളൊക്കെ നല്ല മതേതരവാദികളാണ്. ഒരു സൗഹൃദ സമ്മേളനം. നിങ്ങളൊക്കെ മതേതരവാദികളാണ്. നിങ്ങളെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാതൃകയാണ്. ഏറ്റവും വലിയ തെളിവ്, ഇന്ത്യ മഹാരാജ്യത്ത് ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ പോലും നിങ്ങൾ സ്വീകരിച്ച നിലപാട് വളരെ ശ്ലാഘനീയമാണ്. അയാൾ പറയാം. അതിനാണ് പറഞ്ഞ തെളിവെന്താ? ബാബറാണ് ബാബരി മസ്ജിദ് തകർത്തത്. സദസ്സിങ്ങനെ കേട്ടിരിക്കുക. എന്നിട്ട് ആദ്യം പുകഴ്ത്തിയല്ലോ. അപ്പൊ എന്താ അയാൾ പറയാൻ പോകുന്നതെന്നാണ്. ബാബർ എന്ന് പറയുന്ന വ്യക്തി, ബാബർ
ആ പേര് നിങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. നിങ്ങളെ പിതാക്കന്മാർക്കും ബാബർ എന്ന് പേരില്ലല്ലോ. നിങ്ങളെ മക്കൾക്കും നിങ്ങൾ ബാബർ എന്ന് പേരിട്ടില്ലല്ലോ. ഈ തലമുറയിലൊന്നും ഞാൻ ബാബർ എന്നൊരു പേര് മുസ്ലിങ്ങൾക്കിടയിൽ എവിടെയും കേട്ടില്ല, കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ നിങ്ങൾ ആ പേരിനെ പോലും വെറുക്കുന്നു. ബാബറെ നിങ്ങൾ ആ രീതിയിലാണ് കാണുന്നത്. അത് മതേതരത്വത്തിന്റെ ഒരു പ്രൗഢതയാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുക, വേറൊന്നും പറയാനില്ല. രണ്ടാമത്തൊന്ന്, നമ്മുടെ മതേതരത്വത്തെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ടിപ്പു നമ്മുടെ ഒരു ഹിന്ദു മുസ്ലിം ബന്ധം വഷളാക്കിയ ഒരു പ്രതീകമാണ് ടിപ്പു. അതുകൊണ്ടല്ലേ നിങ്ങൾ ടിപ്പു എന്നുള്ള പേര് ഉപയോഗിക്കാത്തത്? നിങ്ങളെ ഉപ്പമാർക്ക് ടിപ്പു എന്നുള്ള പേരുണ്ടായിരുന്നു, നിങ്ങളെ മക്കൾ ടിപ്പു എന്ന് പേരിട്ടോ? അപ്പൊ നിങ്ങൾ ശരിക്കും ഈ മതേതരത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പൊ ഇയാൾ അഭിനന്ദിച്ചും ചെയ്തു, അയാളെ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തു. എന്നാൽ ഒരു കുട്ടി സാസ് നേരിട്ട് ചോദിക്കണ്ടേ? ചോദ്യം ചെയ്യാൻ ആളില്ലല്ലോ. നമ്മൾ പ്രസംഗിക്കുമ്പോഴേക്കും അയാൾ പോയി. അയാൾക്ക് മറുപടി വരാൻ നമ്മളതിൽ ധാരാളമില്ലേ? അയാൾ പറഞ്ഞ രണ്ടും തെറ്റല്ലേ? ബാബർ എന്ന പേര് നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ്. കാരണം എന്താ? ബാബർ എന്നത് ബാബറെ പേരല്ലല്ലോ. അത് ചോദിക്കേണ്ട ഒരു കുട്ടി, ചരിത്രം പഠിച്ചൊരു കുട്ടി സാസ് എന്നിട്ട് ചോദിക്കണ്ടേ? ബാബർ ആരാ? ബാബർ എന്നൊരു കുടുംബത്തിന്റെ പേരാ. ബാബറെ പേര് ബാബറല്ല, ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദഷാ എന്നാ അയാൾക്ക് ബാപ്പട്ട പേര്. ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദഷാ. ബാബർ അയാളെ കബീല പേരാ. ഒരാളെ കബീല പേര് ദുന്യാവിൽ എല്ലാവരും ഉപയോഗിക്കോ? ഒരു കുടുംബത്തിന്റെ പേര് ദുന്യാവിൽ എല്ലാവരും ഉപയോഗിക്കോ? ടിപ്പുവിന്റെ പേര് ടിപ്പു അല്ല. ഹൈദർ അലിയുടെ മകൻ ഫതഹ് അലിയാണ് ടിപ്പു. ഫതഹ് അലി എന്നാ ടിപ്പുവിന്റെ പേര്. ടിപ്പു എന്നുള്ള ഓമന പേരാ. നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ മാനൂന്നോ കുഞ്ഞോന്നോ പേരിട്ടാ ദുന്യാവിലെല്ലാവരും പേരിടുവോ? ഇത് ചിരിച്ചു ചോദിക്കണ്ട അയാളോട്. അയാൾ 5 മിനിറ്റ് പ്രസംഗം കൊണ്ട് ശരിക്കാ ജനങ്ങളെ കയ്യിലെടുത്തിട്ട് നമ്മളെ മതേതരവാദികളുമാക്കി, ബാബറെയും ടിപ്പുവിനെയും വർഗീയവാദികളുമാക്കി. അയാളെ കാര്യം നേടിയാണ്. ഇതുപോലെ വരികൾക്കിടയിലും പ്രസംഗത്തിലും ജനങ്ങളെ വഞ്ചിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവർക്കെതിരെ സമൂഹത്തെ ജവജാഗരണത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ളൊരു തലമുറ വളരണ്ടേ? ആ തലമുറയെ വളർത്തിയെടുക്കൽ നമ്മുടെ ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിന്റെ ഒരു വർഷം സർഗലയവും ഒരു വർഷം ഈ കലാസാഹിത്യ മത്സരം നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സദസ്സിന്റെ ശുഷ്കത എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഉദ്ഘാടനമുള്ള അത്രയൊക്കെ മതി. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സദസ്സിലെ നല്ലവരായ സഹോദരനോട് പറയേണ്ടത്, നമ്മുടെ കുട്ടിയിലുള്ള കഴിവ്. ഇപ്പൊ ഞാനൊക്കെ പ്രസംഗിച്ച് വളരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്റെ മദ്രസിൽ 4ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് എന്റെ ഗുരുനാഥൻ ഒരു രായൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, മരിച്ചുപോയി. അദ്ദേഹം എഴുതി തന്നൊരു പ്രസംഗം പ്രസംഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായി ശാസനം അഭിമുഖീകരിക്കുന്നത്. അന്ന് എനിക്ക് കിട്ടിയ പ്രോത്സാഹനം എന്നെ വളർത്തി. പിന്നെ നമ്മൾ ഒരുപാട് വേദിയിൽ പ്രസംഗിച്ചു. കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ മനോഹരമായിട്ട് നല്ല പ്രസംഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ കേൾക്കും, ശ്രദ്ധിക്കും. ഓരോന്നിനും താല്പര്യം വേണം. കുഞ്ഞുട്ടി സിലാരൊക്കെ എന്റെ നാട്ടിൽ വന്ന് വഴുതു പറയുമ്പോൾ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അതൊരു കാലമാണ്. അന്ന് ഞാൻ ചെറിയ കുട്ടിയെ മദ്രസയിൽ പഠിക്കുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. എന്നതുപോലെ ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉയർന്ന് പഠിക്കാനും കാര്യങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് അവതരിപ്പിക്കുവാനുള്ള, അത് എഴുത്താണെങ്കിലും നല്ല എഴുത്തുകാർ നമുക്ക് ആവശ്യമാണ്. നല്ല കവിത എഴുതുന്ന കുട്ടികൾ നമുക്ക് ആവശ്യമാണ്. നല്ല പ്രബന്ധം എഴുതുന്ന കുട്ടികൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഐക്യുള്ള ക്വിസ് മത്സരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പലതരം ഖുർആൻ പാരായണം തന്നെ നല്ല ഒരു കലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ഇമാം, ആ ഇമാമിന്റെ പിന്നിൽ ഇപ്പൊ ഗൾഫിലൊക്കെ നമ്മൾ പോയിട്ട് ചില പള്ളിയിൽ നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ തെക്കുബീർ കിട്ടിയാൽ 20 റക്അത്ത് കഴിഞ്ഞു പോകുന്ന അറിയേയില്ല. പരിശുദ്ധ മക്കത്തെ ഹറമ് പോയി നോക്കുക. ഷെയ്ഖ് സുദൈസൊക്കെ ഇമാമ് നിൽക്കുന്ന സമയത്ത് നമ്മൾ നിന്നാലുണ്ടല്ലോ, നമുക്ക് ആ സമയം പോണത് അറിയില്ല. എന്താ കാരണം? ആ ഓത്തിൽ ഇങ്ങനെ ലയിച്ചു പോകും നമ്മൾ. നേരെ മറിച്ച് നല്ലൊരു കിറാഅത്തല്ല, ആകർഷണീയമല്ല, അന്നൊരു ഇടങ്ങേറും തോന്നും. അതങ്ങനെയാണ്. ആ മനുഷ്യന്റെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന ആ താളലയങ്ങളൊക്കെയുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ദഅവത്തിന്റെ മാർഗ്ഗം. ഉദ്ഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്ത് വൽ മൗഇദത്തിൽ ഹസന. നല്ല രീതിയിൽ ഇത് ദഅവത്തിന്റെ മേഖലയാക്കി മാറ്റാൻ ഇതൊരു പ്രബോധനത്തിന്റെ മാർഗ്ഗരേഖയാണ്. അതിനാണ് വിദ്യാഭ്യാസ ബോർഡ് ഇത്തരമൊരു കർമ്മശേഷി നമ്മുടെ കുട്ടികൾക്ക് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നല്ല വേദിയൊരുക്കി കുട്ടികളെ ഇരുത്തുവാനും പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇത് കേൾക്കുവാനും ഒക്കെ അവസരമൊരുക്കിയ നിങ്ങളെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ എന്റെ കടമ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ സ്വീകരിക്കുവാനും ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാനും മുന്നോട്ട് വന്ന നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.